ില്ല ദരിദ്രന്മാര് കഴിക്കുന്നതുകൊണ്ട് അതിന് പേര് കൊണ്ടിട്ടുണ്ട് പഞ്ഞപ്പുല്ല്. ഇപ്പൊ ദരിദ്രന്മാരില്ലാത്തതുകൊണ്ട് എല്ലാവരെയും പിടിച്ച് സാഹിത്യ പരിഷത്തിന്റെ പഴയ നാടകത്തിൽ പറഞ്ഞ മാതിരി പണ്ടത്തെ നാടകത്തിൽ ഇങ്ങനെ ദാരിദ്ര്യരേഖ എവിടെയാടാ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ എൻ്റെ കഴുത്തിലെ കൂടെ ഞാൻ തോന്നുന്നുണ്ട് എന്നിട്ടൊരു കഥാപാത്രം പറയുന്നുണ്ട് പണ്ടൊരു നാടകത്തിൽ. എടാ അത് പിടിച്ച് താത്തി, ഇപ്പോ മറ്റിങ്ങനെ മേലെയായിരുന്നു, ഇപ്പൊ പിടിച്ച് താത്തിയിരിക്കുക. ദാരിദ്ര്യരേഖയെ പിടിച്ച് താത്തിയിരുന്നു. അതുകൊണ്ട് നമുക്കെല്ലാം കടന്നു വെക്കാം. നമ്മളെല്ലാം ഇപ്പം മേലെ ആയിപ്പോയിന്നുണ്ട് കളിയാക്കുന്നൊരു നാടകം ഉണ്ടായിരുന്നു പണ്ട് ശാസ്ത്രായുധ വേഷത്തിന്. അത് ഓർമ്മ വരുന്നു. നമുക്ക് ആർക്കും കഴിഞ്ഞു. അതിനെ പറ്റിയൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായില്ല. നമ്മുടെ ഏറ്റവും വലിയ പരാജയം അതാണ് എന്നർത്ഥം. അതുകൊണ്ട് ചുറ്റുപാടുള്ള ധാന്യം മുഴുവൻ ഭക്ഷണമാണ്. നമ്മുടെ എല്ലാ മലമുകളിലെ എല്ലാ പറമ്പുകളിലും ചെറിയ ചോളം ഉണ്ടാവണം. ആ ചോളം റൊട്ടിയായി, അപ്പമായി, ഉപ്പമായി നമുക്ക് കിട്ടണം. എപ്പോൾ ഭക്ഷണമായി കിട്ടണോ അപ്പോ നമ്മുടെ പ്രശ്നം പരിഹരിക്കും. ഇന്നും സ്ഥലത്തിന് ഒരു കുറവില്ല. എല്ലാ തെങ്ങും പറമ്പിലും ചോളം ഉണ്ടെങ്കിൽ, എല്ലാ തെങ്ങും പറമ്പിലും കാച്ചിലുണ്ടെങ്കിൽ, എല്ലാ തെങ്ങും പറമ്പിലും ചാമയുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ പരിസ്ഥിതിക്കിണങ്ങുന്ന ഭക്ഷണം വേണം. എങ്ങനെയാണ് റബ്ബർ കൃഷി ചെയ്താൽ 38,000 സബ്സിഡി കൊടുക്കുമ്പോൾ നെല്ലിന് 140 റുപ്യ ആയത്? കേരള ഗവൺമെൻറ് കൊടുക്കുന്നതല്ലേ. നെല്ല് കൃഷി ചെയ്താൽ 140 റുപ്യ, റബ്ബർ കൃഷി ചെയ്താൽ 38,000 റുപ്യ വരെയാണ്. എല്ലാവർക്കും 38,000 തരില്ല. അത് മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് സബ്സിഡി കിട്ടും. കശുമാവ് കൃഷി ചെയ്താൽ കിട്ടുന്ന പൈസ പോലും നെല്ല് കൃഷി ചെയ്താൽ കിട്ടില്ല. ഒരു കശുമാവിന് 160 രൂപ കൊടുക്കും കാസർഗോഡ്, പാക്കേജാണ്. അത്ര പോലും നെല്ലിന് കൊടുക്കാത്ത എന്തുകൊണ്ട്? ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രി നിർബന്ധിച്ച് കൃഷിമന്ത്രി പറഞ്ഞിട്ട് കാർഷിക നയം ഉണ്ടാക്കി വെച്ചത്. പക്ഷേ ഇതേവരെ നടപ്പിലാക്കാൻ പറ്റില്ല. കാർഷിക കോളേജുകാർ കൃഷി വകുപ്പ് നടപ്പാക്കാൻ വിടുന്നില്ല. അതുകൊണ്ട് ജൈവ കൃഷി നയം മൂലയിൽ തന്നെ കിടക്കും. ജൈവ കൃഷി പാക്കേജ് കൊണ്ട് പുസ്തകം ഇറക്കി. ഇതിന് വരുന്ന ഫണ്ട് മുഴുവൻ പിന്നെ അവർക്ക് കിട്ടില്ല, കൃഷിക്കാരനായി പോകും. ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമില്ലേ? ഇതിന്റെ പേരിൽ വരുന്ന ഫണ്ട് മുഴുവൻ കർഷകനിൽ എത്തണം എന്നാണ് ഞങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നത്. അത് അവർ വിടുമോ? അത് വിടില്ല. അതുകൊണ്ട് തന്നെ അത് നടപ്പാവാനും പോകുന്നില്ല. മുട്ട കൊടുത്തിട്ടാണ് അവർ മീഥൈൽ കാർബാമൈസിൻ എന്ന ഗുളികയും കൂടി കൊടുത്തത്. മുട്ട കൊടുക്കുമ്പോൾ രക്ഷിതാക്കന്മാർ എതിർക്കാത്തതുകൊണ്ടാണ് ഇത് വന്നത്. മുട്ട കൊടുക്കുന്ന സ്കൂളിൽ ഞാൻ കുട്ടിയെ പറഞ്ഞേക്കില്ല എന്ന് 10 രക്ഷിതാക്കന്മാർ പറഞ്ഞോട്ടെ. ഏതെങ്കിലും UP സ്കൂളിൽ മീഥൈൽ കാർബാമൈസിൻ രക്ഷിതാവിന്റെ സമ്മതമില്ലാണ്ട് കൊടുത്ത ഒരു മാഷ പേരിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു നോക്കുന്നത്. ഇപ്പോൾ മന്ദരോഗത്തിന് കൊടുത്ത ഗുളിക ഡൈ ഈഥൈൽ കാർബാമൈസിൻ. ഇന്റർനെറ്റ് നോക്കുന്നവരൊന്ന് പോയി എടുത്ത് നോക്കുക. അത് കഴിച്ചാൽ എന്താ ഉണ്ടാവുമെന്ന്. സൈഡ് എഫക്ട്സ് ഒന്ന് നോക്കിയാൽ മതി. നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതകാലത്ത് കൊടുക്കില്ല. ഗുളിക കൊടുക്കുന്ന സ്കൂളിലേക്ക് ഞാൻ കുട്ടിയെ അയക്കില്ല എന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗും കൊടയൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ സ്വീകരിക്കുന്ന സ്കൂളുകാർ പറയും ഇനി ഞങ്ങളുടെ സ്കൂളിൽ ഇത്തരം ഒരു കാര്യവും നടപ്പാക്കില്ല എന്ന് പറഞ്ഞോളൂ. ഒറ്റ രക്ഷിതാവ് ഗുളിക കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുട്ടിക്ക് ഛർദി വന്നു, ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, എനിക്കാകെ ഇത്ര ചിലവുണ്ട്, ഇത് മാഷ് തന്നോളണം. മാഷിലെ കൊടുത്തിരിക്കുന്നു. ഉത്തരവാദിത്വം മാഷക്കല്ലേ. അല്ലെങ്കിൽ ഹെഡ് മാഷക്കായാലും വേണ്ട, പ്രൈമറി മാഷക്കായാലും വേണ്ട. കാരണം മാഷ് രക്ഷിതാവിന്റെ സമ്മതത്തിൽ ചെയ്യേണ്ടതാണ്. സ്കൂളിൽ അയച്ചിരിക്കുന്നത് ഗുളിക കൊടുക്കാനല്ല, പഠിക്കാനാ. പെർമിഷൻ ലെറ്റർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. രക്ഷിതാവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പെർമിഷൻ ലെറ്റർ വാങ്ങിക്കാതെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും സ്കൂളിന്റെ പേരിൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കേണ്ടതാണ്. ശരിക്കും ഒരു നഷ്ടം പറ്റിയ ഒരു രക്ഷിതാവ് എന്ത് വേണം? സ്കൂളിന്റെ പേരിൽ നഷ്ടത്തിന് കേസ് കൊടുക്കുന്നതിന് നോട്ടീസ് അയക്കുക. നമ്മൾ കേസ് കൊടുക്കുമെന്ന് വേണ്ട. ഒറ്റ നോട്ടീസ് പോയാൽ ഈ രോഗങ്ങൾ നിൽക്കും. ആരെങ്കിലും ധൈര്യം കാണിച്ചാൽ മതി. എൻ്റെ കുട്ടിക്ക് കൊടുത്തു, കുട്ടിക്ക് പനി വന്നു, ഛർദി വന്നു, അതിൻ്റെ പെർമനൻ്റ് ഫലം എന്നറിയോ? പെർമനൻ്റ് ഡിപ്രഷൻ. ഡിപ്രഷനുള്ള കുട്ടി ഏത് നിമിഷവും ആത്മഹത്യ ചെയ്യാം. ഫലം അതാണ്. സൈഡ് എഫക്ട്സ് എടുത്ത് നോക്കൂ നിങ്ങൾ. പറ്റില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നാൽ അച്യുതാനന്ദൻ കേന്ദ്ര ഭരണഘടന അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അനുസരിക്കാൻ ബാധ്യതയുള്ള ആളാണ്. ഒരു വ്യക്തി വിചാരിച്ചാൽ കഴിയില്ല. ഒരു വ്യക്തി വിചാരിച്ചാൽ ഇത് ചെയ്യാൻ കഴിയും. എൻ്റെ കുട്ടി കഴിക്കണ്ടെന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഗുളിക കൊടുത്താൽ ഞാൻ കുട്ടിയെ സ്കൂൾ ചേർക്കില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ബലം പ്രയോഗിച്ച് ആസ്പത്രിയിൽ പ്രസവിക്കുമ്പോൾ അന്നേരം തന്നെ വാക്സിനുകൾ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ തടയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആയുർവേദ കോളേജുകളിൽ പ്രസവിക്കാനുള്ള സൗകര്യം വേണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഒരേ ഭൂമി ഒരേ ജീവനിൽ അംഗമായ ഒരു AU ഉണ്ട്. നിങ്ങൾക്കറിയാം വിശാലാക്ഷ മാഷ്. AUവിന് DDയുടെ ഓർഡർ വന്ന് AU ഉണ്ട്. അത് നോട്ടീസ് ബോർഡിലായിട്ട് ഇട്ട് വെച്ചു. സ്കൂളൊന്നും കൊടുത്തില്ല. എക്സ്പ്ലനേഷൻ വന്നു. ഉടനെ എക്സ്പ്ലനേഷൻ കൊടുത്തു. AUവിൻ്റെ പണി, ഞാൻ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ല. മരുന്ന് കൊടുക്കൽ എൻ്റെ പണിയല്ല. ഈ ജോലിക്ക് എന്നെ നിയമിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം നിയന്ത്രിക്കാനാണ്.
കുട്ടിയുടെ ആരോഗ്യത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാൻ വകുപ്പ് വേറെയുണ്ട്, ചിൽഡ്രൻസ് ഹെൽത്ത് ഡിവിഷൻ ഉണ്ട്, അവരാ ചെയ്യേണ്ടത്. ഈ ഓർഡർ കൊടുക്കൽ ഡി ഡിയുടെ പണിയല്ല. ഡി ഡി പറ്റാത്ത പണി ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത പണി ഡി ഡി ചെയ്തു, ഞാനത് ചെയ്യില്ല എന്നാണ് കഴിയുന്ന നടപടിത്തോടെ പറഞ്ഞു. നിങ്ങൾ സ്കൂൾ കൊണ്ടുവന്നാൽ കൊടുത്തോളം ഒരു നിയമവുമില്ല. അഥവാ രക്ഷിതാവ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെർമിഷൻ ചോദിക്കുക. കൊടുക്കണോ? വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അധ്യാപകരുടെ പണി ഇതല്ല എന്ന് പറയുന്നൊരു കാലം നമുക്ക് വരണം എന്നൊരു കാര്യം ഉണ്ടാണ്. ഏതായാലും ഇൻ്റർനെറ്റ് നോക്കുന്നവരൊന്ന് നോക്കുക, ഡൈ ഈഥൈൽ കാർബോമെസിൻ എന്താണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നൊന്ന് കണ്ടുപിടിക്കുക. ഡിസീസ് ഡിസൈനിങ്ങിന് ഗുളിക കുടിക്കാത്തവർക്ക് പുതിയ രോഗം വരാം. ഇനി ഗുളിക കുടിച്ചിട്ടാണ് ഇപ്പോൾ എത്തിയ നിഗമനം ഈ ഗുളികയാണ്, ഗുളിക അരിച്ചു കളയാൻ കഴിയാത്തത് കൊണ്ടാണ് യൂറിയ ശരീരത്തിൽ ഗുളിക അരിച്ചു കളയുമ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ കുറയുന്നു, യൂറിക് ആസിഡ് കാൽമുട്ടിൽ ഡെപ്പോസിറ്റ് വരുന്നു. ചിക്കുൻ ഗുനിയ വന്നപ്പോൾ ഇത്രയും കഷ്ടപ്പെടാൻ കാരണം ഡൈ ഈഥൈൽ കാർബോമേസിനാണ്. പണ്ട് കഴിച്ചതിൻ്റെ ഫലമാണ്, അത് ലാഭകരമാണെന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കൊല്ലത്തോളം ഇത് കഴിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് പുതിയ നിഗമനം. 5 കൊല്ലം തുടർച്ചയായി കഴിക്കും. ഇടയ്ക്കട്ടെ ഒന്ന് ആരോഗ്യമല്ലേ. ഒരു സ്കൂൾ വിചാരിച്ചാൽ കേരളം മുഴുവൻ നിൽക്കും. ഒരു രക്ഷിതാവ് നോട്ടീസ് കൊടുത്താൽ കേരളം മുഴുവൻ നിന്നുപോകും. കാരണം ഒരു മാഷ പേരിൽ കേസ് വന്നാൽ, ഒരു UP സ്കൂൾ മാഷ പേരിൽ കേസ് വന്നാൽ ശിക്ഷിക്കാനൊന്നുമല്ല, ഒരു കേസ് കൊടുക്കുക. നിങ്ങൾ പത്രത്തിൽ വാർത്ത വരുത്തുക, ഉണ്ടാവും, കേരളം ആകെ ഞെട്ടും. കാരണം സ്കൂൾ കൂടി കുട്ടികളുടെ വായിലേക്ക് ഇതിട്ട് കൊടുക്കുന്ന സമയം നിൽക്കും. രോഗമുള്ള കുട്ടികൾ തട്ടെ, നിങ്ങൾക്ക് ഫൈലേറിയ മനസ്സിലാക്കാൻ 1-ാം തരം വഴിയുണ്ട്. കാരണം മന്ദരോഗമുള്ള ആൾക്ക് പനി വരിക, അയാളെ അനോഫിലിസ് കൊതു കടിക്കുക, ആ കൊതു വന്ന് നമ്മളെ അതേ സമയത്ത് കടിക്കുക, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പനി വരിക, രോഗബീജം ചെറിയ വര ശരീരത്തിൽ മുഴുവൻ വന്നാൽ പനി വരും. പനി വന്നാൽ ഉടനെ നമ്മൾ കയല പടക്കുക എന്ന് പറയുന്ന തൊടയിലെ ഗ്ലാൻഡ് വണ്ണം വയ്ക്കും, ചുവന്നിട്ടുണ്ടാവും, അത് ഭയങ്കര വേദനയായിരിക്കും. ഫൈലേറിയ അണുക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു എന്ന തെളിവാണ്. അപ്പോൾ 3 ദിവസം ആയിട്ട് 9 ഗുളിക കാർബോമെസിൻ കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഇത് അത്രേ വേണ്ടൂ, ഇത് അന്നേ കഴിക്കാവൂ. കാരണം ഇത് പ്രതിരോധ മരുന്നല്ല എന്ന് കാർബോമെസിനെ പറ്റി മെഡിക്കൽ ജേർണലിൽ വന്ന ഇൻഫർമേഷൻ ഇവിടെയുള്ള രേഖയിലുണ്ട്. ഇത് പ്രതിരോധത്തിന് കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധമല്ല, ഇത് രോഗം വന്നാൽ അണുക്കളെ കൊല്ലാനുള്ള ഒരു വിഷമാണ്, ആന്റിബയോട്ടിക് അല്ല. ഇതൊരു കെമിക്കൽ കോമ്പിനേഷൻ, ഇത് ഉപയോഗിച്ച് കുറേ അണുക്കളെ കൊല്ലാം. അതുകൊണ്ട് പറ്റുന്നതാണ്, വിഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻറ്റി പാരസൈറ്റാണ്. ആൻറ്റി പാരസൈറ്റായ ഈ വിഷം വെറുതെ കഴിക്കേണ്ടതല്ല എന്നർത്ഥം. കൃത്യമായിട്ടും അത് മെഡിക്കൽ ഡിക്ഷണറി പറഞ്ഞിട്ടുണ്ടാകും. തന്നെ ഇൻ്റർനെറ്റിൽ മെഡിക്കൽ ഡിക്ഷണറി റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഇത് പ്രതിരോധ ഔഷധമല്ല. എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ പ്രകൃതി ചേർത്ത പ്രോട്ടീൻ കഴിക്കാം. പ്രകൃതി ചേർത്ത കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ചേർന്നതാണ് ചെറുപയർ. ചെറുപയറിനകത്ത് തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതാണ് മധുരം. സ്റ്റാർച്ച് ഉണ്ട് അതിനകത്ത് തന്നെ പ്രോട്ടീനും ഉണ്ട്. പ്രകൃതി ചേർത്തതാണ് കഴിക്കാം നിങ്ങൾക്ക്. അരിയിലെ തവിടിൽ പ്രോട്ടീൻ ഉണ്ട്, തവിടോടുകൂടി അരി കഴിക്കുന്ന നമ്മൾ പ്രോട്ടീൻ കൂടി കഴിക്കുന്നുണ്ട്. മിശ്രണം പ്രകൃതിയുടേതാണെങ്കിൽ കഴിക്കാം. പറ്റാത്തത് 2 തരം പ്രോട്ടീൻ ഒരുമിച്ച് വരരുത്. മോരും മീനും ഒന്നിച്ച് കഴിച്ചാൽ വെള്ളപ്പാണ്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിരുദ്ധാഹാരമാണ്. ഇറച്ചിയും തൈരും ഒന്നിച്ച് വന്നു പോയാൽ അത് ഇതിന് തൊലി പൊട്ടി കൊഴുപ്പൊഴുകുന്ന സോറിയാസിസിന് കാരണമാണ്. ഇറച്ചിയും തൈരും ഒന്നിച്ച് കഴിക്കുന്നവർക്ക് സോറിയാസിസ് വരാൻ സാധ്യതയുണ്ട്. വിരുദ്ധാഹാരമാണ്. 2 തരം പ്രോട്ടീൻ ഒരുമിച്ച് വരാൻ പാടില്ല. പ്ലാന്റ് പ്രോട്ടീനും ആനിമൽ പ്രോട്ടീനും ഒരുമിച്ച് വരരുത്. തൈരിലെ പ്രോട്ടീൻ പശുവിന്റെ വയറ്റിലൂടെ വരുന്നെങ്കിലും പ്ലാന്റ് പ്രോട്ടീനാണ്, അതിന്റെ കൂടെ ആനിമൽ പ്രോട്ടീൻ വരാൻ പാടില്ല. പഴം ആമാശയത്തിൽ തേക്കുന്നതാണ്. പുട്ട് ഉമിനീരോട് ചേർത്ത് ടെപ്സിനും ടൈലിനും ചേർന്ന് വായും തേക്കേണ്ടതാണ്. നിങ്ങൾ പുട്ടും പഴവും കൂടി കഴിച്ചോളൂ, പിന്നെ നല്ലോണം ചവച്ചോളൂ. എന്നിട്ട് സ്റ്റാർച്ചിന് മധുരം വരണം. മധുരം വരാത്ത സ്റ്റാർച്ച് കഴിച്ചാൽ അത് അങ്ങനെ തന്നെ പുറത്തു പോയുള്ളൂ. അത്രയും സ്റ്റാർച്ച് കൊണ്ട് ശരീരത്തിന് കിട്ടുന്ന ഗുണം കിട്ടില്ല. കാരണം സ്റ്റാർച്ച് ഷുഗറായി മാറ്റുന്നത് ടൈലിനാണ്, ഉമിനീരാണ്. അതുകൊണ്ട് സ്റ്റാർച്ച് വായിലിട്ട് പുട്ട് കഴിക്കുമ്പോൾ പുട്ട് ആദ്യം വായിലിട്ട് ചവച്ച് മധുരം വരുന്നവരെ തിന്നുക. രണ്ടും കൂടി കുഴച്ച് കഴിക്കുന്നത് ദഹനത്തിന് സഹായിക്കുന്നതല്ല. ഇതാണ് പറഞ്ഞതിൻ്റെ യുക്തി. അത് കൃത്യമായിട്ട് പറയാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഒരു കഷ്ണം പുട്ട് തിന്നുക, ഒരു കഷ്ണം പഴവും തിന്നുക, രണ്ടും രണ്ടായിട്ട് പോയിക്കോട്ടെ, രണ്ടും ഒന്നിച്ച് വേണ്ടാന്ന് മാത്രമേ ഉള്ളൂ.
ആന്റിബയോട്ടിക് ഒരു പൂപ്പൽ നിന്നുണ്ടാക്കുന്നു. ഏതെങ്കിലും ഒരു പൂപ്പൽ നിന്ന്